മക്കളെ, സഞ്ജു വന്നു, ഇന്ത്യ 200 കടന്നു, 256. കാര്യം സഞ്ജു കുറച്ച് റൺസ് എടുത്തിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വേൾഡ് കപ്പിലെ ഇതുവരെയുള്ള ഏറ്റവും ഹയസ്റ്റ് പാർട്ട്ണർഷിപ്പിലേക്ക് ഇന്ത്യ എത്തി. ഫസ്റ്റ് വിക്കറ്റ് പാർട്ട്ണർഷിപ്പ് 48 റൺസ്. ഓക്കെ, അഭിഷേക് ഫോം തിരിച്ചു കിട്ടി. കാരണം എന്നാ, കോൺഫിഡൻസ് ആണ്. സഞ്ജു ആക്ച്വലി ഒരു പ്ലെയറിനേക്കാൾ ഉപരി അവനൊരു കോൺഫിഡൻറ്റ് ബൂസ്റ്ററാണ്. സഞ്ജു കളിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ലെവല് വളരെ വലുതാണ്. കാരണം ഇനിഷ്യൽ സ്റ്റേറ്റിലെ ആ ഹൈ അറ്റാക്കിംഗ് മോഡിലേക്ക് അവൻ അത് പ്ലേസ് ചെയ്യുമ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിങ്ങിൽ നമ്മൾ ബൂസ്റ്റ് കുടിക്കണ പോലെയുള്ള സംഭവമാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ ഈ കുറേ കളികൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കോ, സഞ്ജു ഓപ്പണിങ്ങിൽ ഉണ്ടായിരുന്ന ദിവസങ്ങളല്ലാതെ ഇന്ത്യ 200 കടന്നിട്ടില്ല, കടക്കുകയില്ല. കാരണം അതാണ് സഞ്ജു. മറ്റൊന്നും കൂടി പറയാം, സഞ്ജു കീപ്പ് ചെയ്യുമ്പോൾ ബൗളർമാർക്ക് കിട്ടുന്നൊരു ഭയങ്കര സപ്പോർട്ടുണ്ട്. പ്രത്യേകിച്ച് വരുൺ ചക്രവർത്തി കൂട്ടുള്ള ബൗളേഴ്സിൻ്റെ ബോള് പിടിക്കുക എന്ന് പറഞ്ഞാൽ അസാമാന്യ കഴിവ് വേണം. ടേൺ ഉണ്ടെന്ന് തോന്നും, പക്ഷെ ടേൺ ഉണ്ടാവില്ല. ടേൺ ഉണ്ടെന്ന് തോന്നില്ലാത്ത ബോളിൻ്റെ ടേൺ ഉണ്ടാവും. വളരെ ഡിഫിക്കൽട്ടാണ്. ഇഷാൻ കീപ്പ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് മൂവ് ചെയ്യണം, നമുക്ക് കാണാൻ പറ്റും. ശരിക്കും കളക്ട് ചെയ്യാറില്ല. അതുമാത്രമല്ല, സഞ്ജു കൊടുക്കുന്ന ടിപ്സിൽ വിക്കറ്റ്, ആ ബൗളേഴ്സിന് വിക്കറ്റ് എടുക്കാൻ നിഷ്പ്രയാസം എടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. പല പ്രാവശ്യം നമ്മൾ കേട്ടതാണ് പലരും ബൗളേഴ്സ് സഞ്ജുവിനെ പ്രശംസിക്കുന്നത്. സഞ്ജുവിൻ്റെ സഹായത്താലാണ് എനിക്ക് ഇത്രയും പെർഫോം ചെയ്യാൻ പറ്റിയത് എന്നൊക്കെ പറയുന്നത്. ഞാൻ സഞ്ജുവിനെ വെറുതെ പ്രശംസിക്കാൻ വേണ്ടി, സഞ്ജുവിൻ്റെ ഒരു ഫാനായിട്ടൊന്നുമല്ല, അവൻ്റെ ടാലൻറ്റ് തിരിച്ചറിയുന്നതും അവൻ്റെ ഇമ്പോർട്ടൻസ് ഇന്നത്തെ ഇന്ത്യൻ ടീമിൽ ആവശ്യമായിട്ടുള്ളതിൻ്റെ കാര്യവും മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. അല്ലാതെ സഞ്ജു വന്നതുകൊണ്ട് ആനയുണ്ടാവും, കൊലക്കുണ്ടാവും, അങ്ങനെയല്ല. സഞ്ജു വരുമ്പോൾ ഒരു ഇമ്പാക്റ്റ് ഇന്ത്യൻ ടീമിൽ വരുന്നത് ഒരു ഭയങ്കര പോസിറ്റീവ് ഇമ്പാക്റ്റാണ്. ആ പോസിറ്റീവ് ഇമ്പാക്റ്റിനെയാണ് ക്യാരി ഓൺ ചെയ്യുന്നത് ഇവരെ മറ്റുള്ള എല്ലാ പ്ലെയേഴ്സും. തിലക് വർമ്മ ഇന്നേ വരെ കളിച്ച കളിയിലൊന്നും അവന് ശരിയായ രീതിയിൽ കളിക്കാൻ പറ്റില്ല. അഭിഷേക് ഫോമിലേക്ക് തിരിച്ചു വന്നു. എന്താ, സഞ്ജുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന കോൺഫിഡൻസാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയർ, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലെയർ, അവൻ സഞ്ജു ആണ്. അവനുണ്ടെങ്കിൽ ഇന്ത്യൻ